അപ്പൊ ഫ്രണ്ട്സ് അതുപോലെ തന്നെ പറഞ്ഞിരുന്നു പ്രാവൾക്ക് ചിറക് വലിച്ച ടൈമിൽ അതായത് പറവന്റെ ടൈമിൽ എന്ത് ഫുഡാണ് നമ്മൾ കൊടുക്കുന്നതെന്ന്. ചിറക് വലിച്ച ടൈമിൽ നമ്മൾ മിക്സ്ഡ് ഫുഡാണ് കൊടുക്കുക. ഇതിൽ കുറച്ച് സാധനങ്ങളുള്ളൂ, കുറെ സാധനങ്ങൾ അതിൽ ആഡ് ചെയ്യാനുണ്ട്. പിന്നെ മെഡിസിന്റെ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു വേറെ വീഡിയോ ഉണ്ട്, നമ്മളെ ചാനൽ കയറി കാണാം. ഓക്കെ, ഇതിലിപ്പം ചെറുപയർ അതുപോലെ തന്നെ നിലക്കടല ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ പാൽക്കടല ഉണ്ടല്ലോ, പാൽക്കടലയും കൊടുക്കാറുണ്ട്. ഇതിന്റെ പ്രാവള് ഏകദേശം ശീലമായതുകൊണ്ട് ഇവർ ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ കഴിക്കും. ചിലർ വെള്ളത്തിട്ടിട്ട് ഒരു 6 മണിക്കൂർ വെള്ളത്തിട്ടിട്ട് തൊലിച്ചു കൊടുക്കുന്നവരുണ്ട്. പിന്നെ അതുപോലെ തന്നെ വായിൽ തിരികെ കൊടുക്കുന്നവരൊക്കെ ഉണ്ട്. ഇത് വെള്ളച്ചോളം, പച്ചച്ചോളം, ചുവപ്പ് ചോളം, കമ്പം, ഏകദേശം 4 ഐറ്റംസ് മിക്സ്ഡ് ആണ്. മുത്താറി ഞാൻ വേറെ കൊടുക്കലാണ്. മറ്റെന്താ വെച്ചാൽ മുത്താറി ഇവർ ഇതിന്റെ കൂടെ കൊടുക്കുമ്പോൾ മുത്താറി എന്ത് ചെയ്യും, മുത്താറി അവിടെ എടുക്കും. ഈ ടൈപ്പ് എന്ത് ചെയ്യും, ഇവർക്ക് നല്ല ഇഷ്ടപ്പെട്ടുണ്ട്, ഇത് ആദ്യം തിന്നും. ഒരു മുത്താറി എന്ത് ചെയ്യും, അവിടെ എടുക്കും പാത്രത്തിൽ. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ മുത്താറി വളർത്തിട്ടിട്ടൊക്കെ വളർത്തിട്ട് കൊടുക്കുന്ന സാധനമാണ്. അപ്പം മുത്താറി ആദ്യം കൊടുക്കും. മുത്താറി ഏകദേശം തിന്ന് കഴിഞ്ഞതിന്റെ ശേഷം എന്ത് ചെയ്യും, ഇവർക്ക് ചോളം ഐറ്റംസ് കൊടുക്കും. പിന്നെ അതിന്റെ ശേഷം ഗോതമ്പ് കൊടുക്കും. അങ്ങനെ ഇപ്പൊ നമ്മളെ രീതി. എന്നിട്ട് ലാസ്റ്റ് ഇത് ഏറ്റവും അവരുടെ ഫേവറേറ്റ് ആയ സാധനമായിട്ട് ഇതെന്ത് ചെയ്യും, ലാസ്റ്റ് കൊടുക്കും. ഇതിൽ നിലക്കടല ആഡ് ചെയ്യാണ്ട് പിന്നെ ബദാം കാര്യങ്ങളൊക്കെ, ബദാം പിന്നെ പറവന്റെ സമയത്ത് നമ്മൾ പല ഐറ്റംസ് കൊടുക്കാറുണ്ട്. ബദാം കൊടുക്കും, അതുപോലെ തന്നെ കാരക്ക കൊടുത്താൽ ഇങ്ങനത്തെ വരെയല്ല, കാരക്ക കൊടുക്കും. അതുപോലെ തന്നെ നമ്മള് അണ്ടിപ്പരിപ്പ് കൊടുക്കും. അതുപോലെ തന്നെ മുന്തിരി, പായസത്തിലൊക്കെ ഇടുന്ന മുന്തിരിയും കൊടുക്കും. അപ്പൊ പ്രാവൾക്ക് അത് ഓരോരുത്തർ ശീലാക്കണം. ചിലപ്പോൾ ഫസ്റ്റ് കൊടുക്കുമ്പോൾ പ്രാവ് കക്കും. അതുപോലെ തന്നെ ഈ ഫുഡൊക്കെ നമ്മൾ പുതിയ ഫുഡ് പ്രാവളെ ട്രൈ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, പ്രാവളെ ഫസ്റ്റ് ഫുഡ് ഒഴിവാക്കിയിട്ട് ഫസ്റ്റ് ഈ ഫുഡ് കൊടുക്കുക. അപ്പൊ ചിലപ്പോൾ ഫസ്റ്റ് ദിവസം തിന്നൂല. പിന്നെ അതിന്റെ ശേഷം പ്രാവൾക്ക് ഗോതമ്പ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പാടുള്ളൂ. 2-ാം ദിവസം എന്ത് ചെയ്യുക, ഫസ്റ്റ് ഈ ഫുഡ് കൊടുക്കുക. അപ്പൊ ബാക്കി നല്ല വിശന്ന് നിൽക്കുന്ന ടൈം ആകുമ്പോൾ എന്ത് ചെയ്യും, ആദ്യം തിന്ന് ശേലായതിന്റെ ശേഷം പിന്നെ ചിലപ്പോൾ ഓരോ ഫേവറേറ്റ് ഫുഡ് ഇതായിട്ട് മാറും. അപ്പൊ എന്ത് ചെയ്യുക, ഓട്ടോമാറ്റിക് എന്ത് ചെയ്യുക, മാറ്റുക. ഫസ്റ്റ് വേറെ ഫുഡ് കൊടുക്കുക, അതിന്റെ ശേഷം ലാസ്റ്റ് എന്ത് ചെയ്യും, ഇത് ഫേവറേറ്റ് ആകുമ്പോൾ എന്തായാലും തിന്നും. അപ്പൊ എന്ത് ചെയ്യുക, ഇത് ലാസ്റ്റ് കൊടുക്കുക. അതൊക്കെ അതിന്റെ ഒരു ട്രിക്കാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പരിചയസമ്പത്തോടു കൂടി ഒക്കെ മനസ്സിലാവും. അപ്പൊ കൊല്ലം നല്ലൊരു പറവ വർത്തിക്കാനും അതുപോലെ പ്രാവള് ചിറക് വലിച്ചിട്ടിട്ട് കൊടുക്കേണ്ട ഫുഡിന്റെ ഐറ്റംസുകളൊക്കെ പറഞ്ഞത്. ഇതിൽ കുറെ കാര്യങ്ങൾ ആഡ് ചെയ്യാണ്ട്. ഇതിൽ അതുപോലെ ഗിൽറ്റ് ആഡ് ചെയ്യാണ്ട്. ഗിൽറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ മണ്ണ് അതുപോലെ പൂയി, പിന്നെ മുട്ടത്തോട്, അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടിക അതൊക്കെ ഉണ്ടല്ലോ, ഇഷ്ടിക പൊടിച്ചത്, കിയാർനെല്ലി, പേരയില, അതുപോലെ കരിനെച്ചിന്റെ ഇല, തുളസി, ഇതൊക്കെ ഉണക്കിയിട്ട് എന്ത് ചെയ്യും, പൊടിക്കും. അത് ഈ ഗിൽറ്റിൽ ചേർക്കും. അതുപോലെ തന്നെ കരിയെല്ലാം ഒരു മെയിൻ കണ്ടന്റ് ആണ്. കരി എന്ന് പറഞ്ഞാൽ നമ്മളെ അടുപ്പിൽ വെണ്ണീരുണ്ടല്ലോ, വെണ്ണീരിന്ന് വരുന്ന കരികളുണ്ടാവും. ആ കരികൾ പൊടിച്ചത് അതൊക്കെ എന്ത് ചെയ്യും, ഗിൽറ്റിൽ ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പൊ ഓക്കെ, നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ഒരു ലൈക്കൊക്കെ തരാം.